ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾ കൂടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. വൈത്തിരി ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് വന്നത്. അപ്പോൾ മുമ്പ് ഞങ്ങളിവിടെ വന്നെങ്കിൽ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ചുരത്തിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ സ്കൂട്ടിക്കാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്താൻ പറ്റി. അപ്പോൾ 12 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഹോട്ടൽ. അപ്പോൾ സച്ചുവിന് വേണ്ടതൊക്കെ സച്ചു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ആദ്യം ഫുഡ് വന്നു, അവൻ കഴിച്ച് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങളങ്ങനെ മന്തി വാങ്ങിക്കാറില്ല. അപ്പോൾ മന്തി വാങ്ങിച്ച് കഴിച്ച് നോക്കി, കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീറ്റ മത്സരം ആരാ ജയിക്കുക? രണ്ടുപേരും തീറ്റ മത്സരം. ഞാനിവിടെ 10 മണിക്കൂർ മുമ്പേ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശരി, എനിക്ക് കഴിക്കാൻ പറ്റൂല. ജ്യൂസ് മൊത്തം കുടിക്കാൻ പറ്റില്ല. എല്ലൊക്കെ കടിച്ചോണ്ടിരിക്കുന്നു. എന്താ അപ്പം കഴിയാനായി, അമ്മ ഒട്ടും കഴിയാനായി ആയില്ല, ഇത്രയും ബാക്കിയുണ്ട്. ബാക്കി പാർസൽ കണ്ടോ? അങ്ങനെ ഞങ്ങൾ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ കയറി പോകുന്ന തുരങ്കത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടില്ല. ട്രെയിനിലൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ചേട്ടാ ഈ ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞ് നിന്നിട്ട് ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ച് നമുക്ക് വേഗം പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനകത്ത് ഇരുന്ന് ഓരോന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതാ ലണ്ടൻ ബസ് കണ്ടപ്പോൾ സച്ചുവിന് ആദ്യം ലണ്ടൻ ബസ്സിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നമുക്ക് ഫുള്ളൊന്ന് കറങ്ങി കണ്ടിട്ട് ലാസ്റ്റ് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ള് മൊത്തത്തിൽ നമ്മളെ കറക്കി ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോന്നിൽ കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് കയറാം. അല്ലാതെ പുറത്തുനിന്ന് മൊത്തത്തിൽ ടിക്കറ്റ് എടുത്ത് കയറുകയും ചെയ്യാം കേട്ടോ. അകത്ത് കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് എൻട്രി ഫീ മാത്രം അടച്ചിട്ട് കയറി. അകത്ത് കയറിയിട്ട് എല്ലാം കണ്ടിട്ട് നമുക്ക് താല്പര്യമുള്ളതിൽ മാത്രം കയറാനുള്ളതിൽ മാത്രം ടിക്കറ്റ് എടുത്തിട്ട് കയറാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി.
അപ്പോൾ ഇവിടെ വയനാട് കയറിയപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി. അപ്പം മഴ കുറയാൻ വേണ്ടി നോക്കിക്കാണ് കേട്ടോ സച്ചുവിന് ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അവൻ ജീപ്പിൽ കയറി 5 റൗണ്ടാണ് കേട്ടോ. 5 റൗണ്ട് അടിക്കുന്നതിന് 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചേട്ടായും സച്ചും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. ഞാൻ കയറിയിട്ടില്ല. ഞാൻ പുറത്തു നിന്ന് സ്ക്രീനിൽ കാണാം കേട്ടോ. ഏറ്റവും മുന്നിൽ ഇരിപ്പുണ്ട് ചേട്ടായും സച്ചു. അപ്പോൾ അവർ അതിനകത്ത് കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു സൂപ്പറായിരുന്നു, പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബസ്സിൻ്റെ മുകളിൽ കയറി കേട്ടോ. അപ്പോൾ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഫുള്ള് മുകളിൽ നിന്നുള്ള വ്യൂ ഫുള്ള് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലണ്ടൻ ബസ്സിലുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ.
ഇതിൻ്റെ ഉള്ളിൽ സച്ച് മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അപ്പോൾ സച്ച് പോയപ്പോൾ ഫോൺ കൈ കൊടുത്തിട്ടാണ് കേട്ടോ വിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മിററാണ്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, സച്ചു ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിൽ വഴി കണ്ടുപിടിച്ച് പുറത്ത് എത്തണം. അങ്ങനെ സച്ചു വഴി തപ്പി സച്ചുവിന് കിട്ടിയില്ല കേട്ടോ. അവസാനം വേറൊരു ചേട്ടൻ ചെന്ന് അവനെ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 50 രൂപ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സച്ചുവിന് ഒത്തിരി ഇഷ്ടമായൊരു സംഭവമാണേ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവന് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ കയറണം എന്നുള്ളൊരു ഭയങ്കര കൊതി ഉണ്ടായിരുന്നു അവന്. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലുള്ള കറക്കം ഫുള്ള് കഴിഞ്ഞ് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ തുരങ്കത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ചുരത്തിലെത്തി, ചുരം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അന്ന് മഴ പെയ്തപ്പോൾ പാറകളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. തിരിച്ച് പോന്നപ്പോഴും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ആദ്യം മുകളിലൊന്നും അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ താഴേക്ക് വരുന്നതോളം ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കൈതപ്പൊയിലെത്തി ചായ കുടിക്കാൻ കയറിയതാണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.